14-ൽ 12 ഇത്തരത്തിൽ ലൈസൻസ് ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 പേർ മരിക്കുമ്പോൾ ഈ അസ്മാക് ഹോട്ടൽ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ, അനുവാദമില്ലാതെ എത്ര കാലമായി പ്രവർത്തിക്കുകയാണ് റിനു? ലക്ഷ്മി, ഈ നിലമേൽ സ്വദേശികളായ 2 പേർ മരിച്ച സംഭവം അത് ഫുഡ് പോയിസൺ ആണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ശാസ്ത്രീയ പരിശോധനകളൊക്കെ തന്നെ നടക്കുകയാണ്. അങ്ങനെ ഒരു ആരോപണം ഉയർന്ന ഈ വിഴിഞ്ഞത്തെ അസ്മാക് എന്ന് പറയുന്ന ഈ ഹോട്ടലിന് നഗരസഭയുടെയോ ഹെൽത്ത് വിഭാഗത്തിൻ്റെയോ ഒരു അനുമതിയും ഇല്ല എന്നുള്ളതാണ്. വർഷങ്ങളായി ഈ ഹോട്ടൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിരവധി തവണ നഗരസഭ നോട്ടീസ് നൽകി ഈ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവർ ഒരു തരത്തിലും അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഴിഞ്ഞം പ്രദേശമായതുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നു. ഒപ്പം രാത്രികാലങ്ങളിൽ മാത്രമാണ് ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ 2 തവണ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതൊരു താൽക്കാലിക ഷെഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് പെർമിഷൻ ഇല്ല, ഒപ്പം നഗരസഭയുടെ ലൈസൻസും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അധികൃതരുമായി, അതായത് ഹോട്ടൽ ഉടമയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ ഭൂമിക്ക് രേഖകളില്ല എന്നുള്ളതാണ്. ഈ ഹോട്ടൽ നിലനിൽക്കുന്ന ഭൂമിക്ക് രേഖകളില്ല. അതുകൊണ്ടാണ് ഈ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അതൊരു തടസ്സമായി മാറുന്നത് എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോഴും എന്താണ് ഇതിന് കാലതാമസം, അതായത് ഈ രേഖകൾ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ ഈ ഹോട്ടൽ പണിതു എന്ന് അടക്കമുള്ളത് ഉയർന്നു വരുന്നുണ്ട് ആക്ഷേപമായി. എന്തായാലും 14 ഹോട്ടലുകൾ ഈ വിഴിഞ്ഞം പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 12 എണ്ണത്തിനും അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരമാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 2 ഹോട്ടലുകൾക്ക് മാത്രമാണ് അനുമതി. എന്തായാലും ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഒരു പരിശോധനാ ഫലം കൂടി വരേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയൂ. വിഴിഞ്ഞത്തെ അസ്മാക് ഹോട്ടൽ, പക്ഷേ അസ്മാക് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ പറയുന്ന എന്താണ് റിവ്യൂവും റേറ്റിംഗും ഒക്കെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹോട്ടലാണത്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. അതിനാണ് ലൈസൻസ് ഇല്ല, അനുവാദമില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.